ഞാൻ മെൻ്റലിസത്തെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ, മെൻ്റലിസത്തെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നൃത്തവും സംഗീതവും നാടകവും മിമിക്രിയും അങ്ങനെ സിനിമയും ഒക്കെ നമ്മൾ കാണുന്നത് പോലെ ആസ്വദിക്കേണ്ട ഒരു കലാരൂപമാണ് മെൻ്റലിസം. പക്ഷേ മെൻ്റലിസത്തിനകത്തുള്ളൊരു കുഴപ്പം, അല്ലെങ്കിൽ ആളുകൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന ആളുകളെ ദിവ്യത്വമുള്ളതുപോലെ കാണുന്ന അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ഉള്ള ആളുകളെ പോലെ കാണുന്നതിൻ്റെ കാരണം ഇത് മുഴുവൻ മിസ്റ്ററീസാണ്, അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അതിന് കൃത്യമായൊരു പ്ലാനും എക്സിക്യൂഷൻസും ഉണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തികൾ ഇതൊന്നും അറിയാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയിപ്പിക്കാൻ പാകമാകുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടീസ്, സ്ക്രിപ്റ്റ്, അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ അത്ഭുതം. ക്ലീൻലി ഞാൻ എപ്പോഴും പറയുന്നത്, ഹൗ ടു ഫൂൾ യുവർ ബ്രെയിൻ. നമ്മുടെ ചിന്തകളെ, നമ്മുടെ തോട്ട്സിനെ ഫൂൾ ചെയ്യുകയാണ്. ഒരു പിറ്റ് പോക്കറ്റുകാരൻ എങ്ങനെയാണ് നമ്മളറിയാതെ നമ്മുടെ പോക്കറ്റിൽ നിന്നും പേഴ്സ് അടിച്ചുകൊണ്ട് പോകുന്നത്? അവൻ കലാകാരനാണ്. എന്ന് വെച്ചാൽ പിറ്റ് പോക്കറ്റുകാരനെ കലാകാരനാക്കി വെച്ച് നാളെ ഇവിടെ അവാർഡ് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവൻ എത്ര തന്ത്രപരമായിട്ടാണ് നമ്മളറിയാതെ ഇത്. അതേപോലെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം തന്ത്രപരമായി ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു? എന്നിട്ട് നിങ്ങൾ പോലും സ്റ്റീൽ ചെയ്യുന്നു. നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സ്പെക്ടേറ്റർ അത് കാണുമ്പോൾ അത്ഭുതപ്പെടുന്നു. ഇത് ആൾക്കാരെ ഒരുപാട് ജിജ്ഞാസയുണ്ടാക്കുന്നു. അത്ഭുതങ്ങൾ കാണുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെ ആയി മാറുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് മാറുന്നു. പിന്നെ അവരതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതിനെല്ലാം ഒരു കൃത്യമായ രഹസ്യങ്ങളുണ്ട്, ട്രിക്കുകളുണ്ട്, പ്രാക്ടീസുകളുണ്ട്, ഒരു ഡെഡിക്കേഷനുണ്ട്, ഒരു സാധനയുണ്ട്, ഇതെല്ലാം ഉണ്ട്.